എത്ര വർഷം എത്ര നാളത്തേക്ക് കിട്ടിയത് ബോൺസ് ആയിട്ട് ആഗ്രഹിക്കും. കിട്ടിയ സ്നേഹം ബോൺസ് അത്രയുള്ള എത്ര വർഷമായാലും. അപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെ എനിക്ക് ഇപ്പോഴെന്നെ എനിക്കെന്നെ അറിയണില്ല. ഞാൻ ഇപ്പം എങ്ങനെയാണ് ഓരോ നിമിഷം മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയണില്ല. എന്നാലും നമ്മൾ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടപ്പാച്ചലും പിന്നെ അച്ഛനും അമ്മയൊന്നും ഓക്കെ ആവണം. നമുക്ക് അപ്പോഴേക്കും അമ്മ ഓക്കെ അല്ല ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ പിന്നെ പണികളുടെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ മൈൻഡുകൾ മാറ്റി പോകുന്നുണ്ട്. പക്ഷെ ഒരു അമ്മയ്ക്ക് ഒരു അമ്മയായതിന് അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അമ്മ ഓക്കെ അല്ല അമ്മേനെ കുറ്റം പറയുമില്ല. ഇല്ല അമ്മയുടെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മ എനിക്ക് എന്റെ മോളെ എന്ന് വെച്ചാൽ എനിക്ക് വിഷമം. ഇനിയിപ്പോ ഇതിന് ആരും പറയണ നീ തെറ്റിയതല്ലേ ഞാൻ അതൊന്നും. സ്വാഗതം. അപ്പോൾ ഉപ്പും മുളകും ലേറ്റ് അവർ ഇന്നലെ രണ്ടുപേരും അച്ഛനും അമ്മയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ പൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളത് പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇവർ വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഒരു സ്വന്തം മോള് അത്രയും വളർത്തി വലുതാക്കിയിട്ട് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. ഇപ്പോൾ ആ കുഞ്ഞിനെ ഇപ്പോൾ ഉള്ള കുഞ്ഞിനെ വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബോണസ് മാത്രമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ സത്യം നമ്മൾ മാമ്പും കണ്ടും മക്കളെ കണ്ടും ഒരു ആശയം വെക്കരുതെന്ന് പറയുന്നത് 100% ഉറപ്പ് തന്നെയാണ്. അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവർ ഒരുപാട് സ്നേഹം കൊടുത്ത് മക്കളെ വളർത്തിയപ്പോൾ കറിവേപ്പില പോലെ കളഞ്ഞ് അങ്ങനെ അവർ ഇറങ്ങി പോവുകയാണ് മക്കൾ ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സങ്കടമായിരിക്കും മക്കൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. എന്തായാലും അച്ഛനും അമ്മയും പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. മട്ടിപ്പാണ് ജീവിതത്തിനോട് ഭയങ്കര മട്ടിപ്പാണ് കേട്ടോ. പിന്നെ എൻ്റെ ലൈഫിലേക്ക് ഒരു ഉപദേശമാണ് ഏതൊരു മക്കളോടും തരാനുള്ള ഉപ്പോളാവില്ല ഉപ്പിലിട്ടത്. അതൊരൊറ്റ കാര്യം നമ്മുടെ ലൈഫിൽ ഒന്ന് ചിന്തിക്കണം. ആരായാലും പെണ്ണായാലും ആണായാലും ഒന്ന് ചിന്തിക്കുക, ഉപ്പോളാവില്ല ഉപ്പിലിട്ടത്. മനസ്സിലായി? അതിനർത്ഥം പലർക്കും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നല്ല. അതിനൊരു പഴയ ജോലിയുണ്ടല്ലേ. അത് നമ്മൾ ആലോചിക്കാം. ഉപ്പോളാവില്ല ഉപ്പിലിട്ടത് അതാണ് നമ്മളുടെ സത്യം. നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് ഉപ്പിലിട്ടത് അങ്ങോട്ട് ഉപ്പ് പിടിച്ചാലും അതങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ആക്കി തീർക്കുകയാണ്. ഒരു ഉപദേശം ഞാൻ പറഞ്ഞതുള്ളൂ. അത് ആർക്ക് വേണമെങ്കിൽ കേൾക്കാം, ആർക്ക് അല്ല. ഞാൻ എൻ്റെ ഒരു എന്താ വെച്ചാൽ സ്വന്തം അച്ഛനോട് അമ്മോട് തോന്നാത്തൊരു വികാരം വേറൊരു ആൾക്കാരോട് തോന്നും. എനിക്കറിയില്ല, ഇപ്പത്തെ തലമുറകൾക്ക് തോന്നുന്നു. ഇപ്പൊ സത്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ്. പേടി ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ. ഞങ്ങൾക്ക് ഇതൊരു കാരണവശാലും മാത്രമല്ല കേട്ടോ. ഓരോ കുട്ടികളും ഇപ്പം ഞങ്ങളോട് ഇപ്പൊ നിങ്ങൾ കുട്ടികൾ തന്നെ ഒരു പ്രായമിക്ക് കല്യാണ മോഹം കൊടുത്തിട്ടാണ് കുട്ടികൾ. അങ്ങനെയാണ് ആ ചിറ്റി കൊണ്ട് തലക്കടിച്ചു പറഞ്ഞു മോനെ വലുതാകുമ്പോ നമുക്ക് ആൾക്കാരെ കൊല്ലണ്ടേ, മോനെ വലുതാകുമ്പോ അങ്ങനെ കുട്ടീനെ മനസ്സിൽ കയറ്റി കയറ്റിട്ടാവുമല്ലോ കുട്ടി. എന്നിട്ട് അച്ഛനും അമ്മയും പറഞ്ഞത് ഉപ്പോളം ആവില്ല ഉപ്പിലിട്ടത്, ഒരിക്കലും ആവില്ല. ഇപ്പോൾ സ്വന്തം അച്ഛനും അടുത്തും അമ്മേൻ്റെ അടുത്തും തോന്നാത്തത് മറ്റൊരു അച്ഛനോട് അമ്മയോട് തോന്നും. പിന്നെ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് തോന്നും. ശരിയാണ്, ഇപ്പോഴത്തെ തലമുറയെ നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അവരെന്താണ് ഏതാണ് എന്നും നമുക്ക് അറിയാനോ പറയാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. എങ്ങോട്ടാണ് പിള്ളേരുടെ പോക്ക്. പിന്നെ ഇവരുടെ അടുത്ത് ഇവർക്ക് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കല്യാണ മോഹങ്ങൾ കൊടുത്തിട്ടാണ് മക്കൾ അങ്ങനെ ഇതായിപ്പോയതെന്ന്. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ മക്കളെ നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെ ശീലിപ്പിക്കുക, ഒരാൾ ചുറ്റി അടിച്ച് കൊല്ലണം. അത് അവർ പറഞ്ഞ 100% ശരിയാണ്. അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ വളർത്തുന്നത്. മക്കളെ ഇത്ര പ്രായമായി കഴിഞ്ഞ് നമ്മൾ കെട്ടിച്ചു കൊടുക്കണം. അത് നമ്മൾ സ്വാഭാവികമായിട്ടും സംസാരിക്കുന്ന രീതിയിൽ പറയും. അല്ലാതെ നമ്മളായിട്ട് അങ്ങനെ പറഞ്ഞ് മക്കൾക്ക് അങ്ങനെ പറയുമ്പോഴേക്കും ആ ഒരു ഇത് മാത്രം മനസ്സിൽ വരും. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ കമൻറ്റിലൂടെ പറയാമെന്ന് മാത്രം. ഇതൊക്കെ സ്വന്തം മക്കൾക്ക് മാത്രം വരുന്ന ഓരോരോ ഇതാണ്. നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. മക്കളുടെ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോഴുള്ള മക്കളുടെ വളർച്ച എന്ന് പറയുന്നത് തന്നെ. എന്തായാലും നമുക്ക് അച്ഛനമ്മയും പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരും, ഒന്ന് കണ്ടു നോക്കൂ. 5 തലക്കടിച്ചു പോകുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും ഒരാളും അങ്ങനെ ആവില്ല. ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവും. എനിക്ക് അറിയാണ്ട് ചോദിക്കേട്ടാ. ഈ കമന്റുള്ളവരോട് ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ. എന്ത് പറഞ്ഞാലും വിദ്യാഭ്യാസമുള്ളവരെന്ത് ഡൈവേഴ്സ് ആവണില്ലേ? വിദ്യാഭ്യാസമുള്ളവരുടെ ജീവിതം പരാജയമാവണില്ലേ? വിദ്യാഭ്യാസമുള്ളവർ ഈ വക തണ്ടിത്തരങ്ങൾ ചെയ്യണില്ലേ? വിദ്യാഭ്യാസമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നു, ജീവിതം പരാജയം പലതുണ്ട്. ഇല്ലാത്തതുകൊണ്ടും ഉള്ളതുകൊണ്ടൊന്നുമല്ല. അതൊക്കെ ഒരു ലൈഫിൽ ഓരോരുത്തർക്ക് ലൈഫ് എങ്ങനെയാണത് ഓരോരുത്തർ ചിന്തിക്കുന്ന പോലെയാണ്. മുന്നോട്ട് എങ്ങനെ പോകണം, എന്ത് പോകണം. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് വാശി പിടിച്ചിരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടി ടൈല് പണിക്ക് 26 വയസ്സായിരുന്നു. 3 കുട്ടിയുടെ അച്ഛനാണ്.
പക്ഷേ എനിക്ക് അവന്റെ സംസാരം കേട്ടിട്ട് ഭയങ്കര അതിശയം തോന്നി. അവന്റെ ഭയങ്കര പക്വത. പക്വത, അവൻ പോണ പണികള്, ഇന്ന് പഠിപ്പുള്ളവരടക്കം ഭാര്യ, അവൻ പറഞ്ഞ ഓരോ കാര്യത്തിനും എനിക്ക് ഭയങ്കര ഇതായിരിക്കും. എൻ്റെ ഭാര്യയ്ക്ക് വയ്യ, വീണിട്ട് തണ്ടൽവേനുണ്ട്. അപ്പൊ ഞാൻ അതായത് 3 കുട്ടികളെ പ്രസവം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഭാര്യയുടെ കെയർ, അപ്പൊ അവന്റെ വിദ്യാഭ്യാസമുള്ള ഒരാളെ കിട്ടണ്ട, അവന് ഇത്രയും സ്നേഹം സന്തോഷം അപ്പൻ്റെ അയാളെ കൂടെ കിട്ടണമെന്നില്ല. അവന് കുറച്ച് ഇതേമാതിരി കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പണിക്ക പോണ, ഈ ജോലിക്ക പോണ നല്ല പക്വത ഉള്ള നല്ല 26 വയസ്സാകുമ്പോ അവന്റെ വാക്കുകളൊന്നും മനസ്സിലാവും. എന്തൊരു ഉത്തരവാദിത്തോട് കൂടിയിട്ടാണ് അവന്റെ ലൈഫ്. അവൻ പറഞ്ഞു ഞാൻ ടൈൽ പണിക്ക് പോകും, കൽപ്പണിക്ക് പോകും, പിന്നെ എന്താ പറഞ്ഞ് വെൽഡിങ് പണിക്ക് പോകും, പിന്നെ കല്ലിട്ട് പണിയാ, അതല്ല പറഞ്ഞ അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ എല്ലാം പണിക്കാവൻ പോകുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ പണിയില്ലാണ്ടിരിക്കില്ല, എനിക്ക് എന്ത് പണിയും ഞാൻ ചെയ്യും. അതല്ലേ ഏറ്റവും വലിയ, അതാണ് വിദ്യാഭ്യാസം മാത്രം ഉണ്ടല്ലോ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം വേണ്ടാന്നൊന്നും പറയില്ല. ഇത് മാത്രമായിട്ട് നമ്മളതിന് കുറെ ആൾക്കാരും കുറ്റപ്പെടുത്തി. ആ കുട്ടിക്ക് അച്ഛൻ മരിച്ചിട്ട് ശരിയാണ്. മക്കൾ നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കി മക്കൾ ഒരു നിമിഷം ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ജീവിതത്തോട് തന്നെ മടുപ്പും വെറുപ്പും തോന്നും. നമ്മൾ അത്രത്തോളം സ്നേഹവും ലാളനയും പരിചരണമൊക്കെ കൊടുത്തിട്ടാണല്ലോ മക്കളെ വളർത്തുന്നത്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോയാൽ നമ്മുടെ മക്കൾ എന്തായോ ഏതായോ എന്ത് ജസ്റ്റ് ഒന്ന് സ്കൂളിൽ പോയിട്ട് വിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമാണ് മനസ്സിൽ എന്താണ് ഏതാണ് അവിടെ എന്താണ് അങ്ങനെയുള്ളൊരു മനസ്സിലേക്കൊരു സമാധാനക്കേടാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമുക്കത് ഇതാവാൻ പറ്റില്ല. അത് ഭയങ്കര വിഷമമായിരിക്കും. ഇവർ പറയുന്നത് പോലെ തന്നെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്ന ആ ഒരു നിമിഷം നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു കഴിഞ്ഞിട്ട് മക്കളിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ചെയ്യുമ്പോൾ നമുക്കത് എന്താണ് ഓർക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താണ് അവർ പറയുന്നത് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അവരെ അവസ്ഥയെ ആലോചിച്ച് നോക്കുമ്പോൾ എന്തായാലും അവർക്ക് അതെല്ലാം ഇതായി മുന്നോട്ട് പോകാനുള്ളത് കൊടുക്കട്ടെ. എന്താ പറയുക, പെട്ടെന്നൊന്നും ഒരു ഇതും തോന്നാതിരിക്കട്ടെ. മനസ്സിൻ്റെ എന്താ പറയുക, ഒരുപാട് പ്രഷർ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഏതാണ് പ്രവർത്തിക്കുക എന്നൊന്നും അറിയില്ല. നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുന്ന അവസ്ഥ വരും. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവർക്ക് എന്താ പറയുക സമാധാനം കൊടുക്കട്ടെ. കൈവിട്ട് പോകുന്ന നമുക്ക് എന്താ പ്രവർത്തിക്കുക എന്നുള്ളത് അറിയില്ല. ആ ഒരു സിറ്റുവേഷനൊന്നും അവർക്ക് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു Q&A കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. അച്ഛൻ പിന്നെ പണികളുടെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ മൈൻഡുകളും മാറ്റി പോകുന്നുണ്ട്. പക്ഷെ ഒരമ്മയ്ക്ക് ഒരു അമ്മയായതിന് അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അമ്മയുടെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അമ്മ ഓക്കെ അല്ല അമ്മേനെ കുറ്റം പറയുന്നില്ല. ഇല്ല, അമ്മയുടെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മയാണ് എനിക്ക് എൻ്റെ മോളെ എന്ന് വെച്ചാൽ എനിക്ക് വിഷമം. ഇനിയിപ്പോൾ ഇതിന് ആരും പറയണ നീ തെറ്റിയതല്ലേ, ഞാൻ അതൊന്നുമല്ല പറയുന്നത്. അന്ന് ഞാൻ അമ്മയായിരുന്നില്ല, ഞാൻ ഇപ്പോഴൊരു അമ്മയായിരുന്നു. ഇപ്പോഴാണ് ഒരു അമ്മേനെ വേദന ഉണ്ടാകുന്നത്. ഞാൻ അറിയാൻ പറയുന്നത് ഇപ്പോഴാണ്. അത് നമ്മൾ ഒരിക്കലും ഒരു അമ്മയാവാതെ അതിൻ്റെ വേദനയെ കുറിച്ച് പറഞ്ഞ ഒരിക്കലും അറിയില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ പറയാം. ഇനി ആ ചോദ്യം കൊണ്ട് വരല്ലേ. ഞാൻ കല്യാണം 2 വർഷമായി, 2.5 വർഷമായി. അപ്പോൾ അമ്മ ഓക്കെ അല്ല. അപ്പോൾ കുറച്ച് ദിവസം അമ്മയച്ഛനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെള്ളം കുറവാണ്. പിന്നെ വീട്ടിൽ പണി നടക്കുമ്പോൾ അവിടെ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും ഇപ്പോൾ അവിടെയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് ഒന്നില്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ഇങ്ങോട്ട് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങനെ എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്ന നേരത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കും അല്ലേ. രാത്രി കിടക്കുമ്പോൾ അച്ഛനും അമ്മയും കുണിക്കും അവിടെയാണ്, കുണിക്കാൻ ഞങ്ങളുടെ കൂടെയാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് പോകും. അങ്ങനെ എപ്പോഴും പോക്കുവരവാണ്. അവിടെ പോയി ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ചായിരിക്കും. അമ്മ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഞാൻ ഇരിക്കും. അങ്ങനെ ടൈം പോയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ ഇടാനോ പറ്റുന്നില്ല. കുഴപ്പമില്ല, വരും. ഇനിയിപ്പോ വീട്ടിൽ കുറച്ചുകൂടി തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പഴയ ഇതിലേക്ക് ആവും. വേറെ ഇതൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടുണ്ടായിരുന്നു 2 ദിവസമായി. അപ്പൊ അതിനുള്ള ഉത്തരം തരണ്ടേ? ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കണ്ട, അതിന് പോലും നമുക്ക് പറ്റാറില്ല. സോറി കേട്ടാ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് കാരണം പല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നീ തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവർ തെറ്റ് ചെയ്തു. അവർ എന്താണ് അതെല്ലാം അച്ഛനും അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞ് അവരത് ഓക്കെ ആയി. എന്തായാലും പൊന്നു ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് വേറെ ഒരുത്തൻ്റെ കൂടെ പോയത്. അതെന്തായാലും അതും ആ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഷോക്ക് തന്നെയാണ്. അത് തെറ്റല്ലാതെ ഒന്നും ആവില്ല. അത് പൊന്നു പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അതൊരിക്കലും തെറ്റല്ലാതെ ആവില്ല. പിന്നെ പോയിട്ട് അവരുടെ അടുത്ത് ക്ഷമ ചോദിച്ചു. അവർ സ്വന്തം മോഡല്ലേ എന്നുള്ള രീതിയിൽ അവരുടെ നല്ല മനസ്സിൻ്റെ ആ ഒരു ഇത് അവരത് അംഗീകരിച്ചു. അവർ ഒന്നിച്ചു പോയി.
പക്ഷേ എന്താണ് അതെന്തായാലും അവർക്ക് മനസ്സിലുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ അനീതിയുമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്തായാലും ഇങ്ങനെയുള്ള സൈബർ ആക്രമണം എന്തായാലും ഏൽക്കേണ്ടി വരും. അത് ചോദിച്ചതിനോട് തെറ്റ് പറയാനൊന്നും പറ്റില്ല. അത് പൊന്നു ചെയ്ത ആ ഒരു തന്നെയാണ്. പിന്നെ അമ്മ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത്, അമ്മ അത് അപ്പോൾ അവർ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, അവർ ഓക്കെ വരുന്നു, അവർ പൂർണ്ണമായിട്ടും ഓക്കെ ഒന്നും ആയിട്ടില്ല. എന്തായാലും അവരുടെ മനസ്സിൽ നിന്ന് അത് പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല. ആ ഒരു ഇത് എപ്പോഴും മനസ്സിലുണ്ടാകും. എത്രയാണെങ്കിലും പ്രസവിച്ച മക്കളല്ലേ, ഒരിക്കലും എന്ത് തെറ്റ് ചെയ്താലും എന്തിതായാലും അത് നമുക്ക് മനസ്സിൽ നിന്ന് പോവില്ല, മക്കളുടെ ആ ഒരു ഇത് പോവില്ല. എന്തായാലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരൊന്ന് കണ്ടു നോക്കും. അമ്മയും അച്ഛനും ഒക്കെ ആയില്ലേ? അച്ഛനമ്മ ഒക്കെ ആയില്ലേ? അവര് ഓക്കെ ആയി വരുന്നു. കാരണം അറിയാലോ, ഇടയിൽ തനിക്ക് വന്ന നെഗറ്റീവ് കണ്ടു, എങ്ങനെ അതെല്ലാം തരണം ചെയ്തു? ഞാൻ പറഞ്ഞിട്ടെ, നമ്മൾ തെറ്റിയതിനെല്ലാം ആവശ്യം. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഇതിനെക്കാട്ടി വലിയ ഭൂകമ്പം ഉണ്ടായതാ. ഇതിനെക്കാട്ടി ഇതൊന്നും ഒന്നുമല്ല അല്ലേ, ഇതൊന്നും ഒന്നുമല്ല സത്യം പറഞ്ഞാൽ. ഇതിനെക്കാട്ടി വലിയ ഭൂകമ്പം ഉണ്ടായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ വലിയ ഇടിമിന്നലും മഴയും കൊണ്ടിട്ട് ചാറൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പരിപാടി ഞങ്ങളുള്ള ആരും ഓപ്പൺ ആയിട്ട് തന്നെ അത് ആയ സ്പീഡിൽ തന്നെ ഞങ്ങൾ പോകുള്ളൂ. പേടിച്ചിരിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മറ്റുള്ളവർ പറയും പേടിച്ച് ഒളിച്ചു ഓടിയാണ് മടിയാണ്, ഒരു തേങ്ങയില്ല കേട്ടോ. അങ്ങനത്തെ കേസിൽ നമുക്ക് അങ്ങനത്തെ ഇതൊന്നും ഓപ്പൺ ആയിട്ട് പറയാനുള്ള നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. ഞങ്ങൾ ശരിക്കും കമന്റ് ചെയ്യുന്നവർക്ക് ഇരുന്ന് ചിന്തിച്ചറിയാം, ഇതില് എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ട് ഒരു ഉപകാരം. അതാണ് എനിക്ക് ഞാനായാലും എന്ത് ചെയ്തിട്ടും എനിക്ക് ഒരു ഉപകാരത്തെ എനിക്ക് ഇവർക്ക് വന്ന കമൻറ്റാണ്, നിങ്ങൾക്ക് പൊന്നൂൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് അസൂയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതിനോട് എന്തായാലും ഇതാകേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ അച്ഛനും അമ്മയും കമൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ അച്ഛൻ അവളുടെ എന്താണ് അയാളുടെ അച്ഛനും അമ്മയും സ്വീകരിച്ചത് ഗോകുൽ എന്നാണ് തോന്നുന്നു പേര്, എനിക്ക് പേര് മറന്നു പോയിട്ടാ. അപ്പോൾ കുഞ്ഞൻ്റെ എന്താണ് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും സ്വീകരിച്ചില്ല, ഇപ്പോൾ പൊന്നൂന് ഇതുവരെ സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ അസൂയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള അങ്ങനെ അസൂയ ഇവരുടെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ അസൂയുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല. കുഞ്ഞിൻ്റെ ചില ഇതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരി എന്തായാലും ഭയങ്കര തനിക്ക് എന്നുള്ളൊരു സ്വഭാവക്കാരിയാണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പം ഇവര് അങ്ങനെ അച്ഛനും അമ്മയും എല്ലാത്തിനും ഒപ്പം നിർത്തി ചേർത്ത് പിടിച്ച് പിന്നെ ഇവർ സ്വത്തിന് വേണ്ടിയിട്ടാണ് അവരെ താങ്ങി നിർത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ സ്വത്ത് കൊടുക്കണം, ഇപ്പോൾ എത്ര മക്കളുണ്ടെങ്കിലും അത്രയും മക്കൾക്ക് അവകാശപ്പെട്ടതാണല്ലോ സ്വത്ത്, ഒരാൾക്ക് വേണ്ടി മാത്രം സ്വത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നവരിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അച്ഛനും അമ്മയും എന്താണ് അവിടേക്ക് ടൂറ് കൊണ്ടുപോയി അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ കുഞ്ഞും പോയത് എന്താണെങ്കിലും വിഷമം ഇല്ലാതിരിക്കില്ലല്ലോ. എന്താണ് സ്വന്തം സഹോദരി പോയതാണ്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിഷമമുണ്ട്. അതുപോലെ അച്ഛനും അമ്മയ്ക്കും അതിൻ്റേതായിട്ടുള്ള വിഷമമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരെ വെറുതെ ഇതായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ട, അവരവരുടേതായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകട്ടെ, അവരെ വിഷമിപ്പിക്കാതിരിക്കുക. അവർക്ക് സങ്കടം എന്തായാലും ഉണ്ടാവും, സങ്കടം ഇല്ലാതിരിക്കില്ലല്ലോ. എന്തായാലും ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ അതിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ അസൂയപ്പെടാം. അതൊക്കെ കുഞ്ഞു കുട്ടികളോട് പറയണ പോലെ റബ്ബർ പുതിയത് കൊണ്ടുവന്നു, പെൻസിൽ പുതിയത്, അങ്ങനത്തെവരോട് പോയിട്ട് പറയണം ഈ അസൂയ. ഞങ്ങൾക്ക് ആ പരിപാടി ഇല്ല. ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണതിൽ ഒരു തെറ്റ് ഞാൻ കാണണമെന്നില്ല. എന്താവശ്യത്തിനാണ് ഞങ്ങൾക്ക് മറ്റുള്ളവരോട് അസൂയപ്പെടേണ്ടത്? എന്താ കാര്യം ചോദിക്കുന്നതിന് ഇവർ പറയുന്നുണ്ട് അസൂയാണ് അസൂയന്, എന്താ കാര്യം അതാദ്യം അറിയണ്ടേ? ഫാമിലി പിന്നെ ഫാമിലി കൂടെ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി ഇല്ലെങ്കിൽ ഇല്ല. എന്താ ഫാമിലി ഇല്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കണില്ലേ? ഒരുപാട് കട്ടുപാടുകൾ ഞങ്ങൾക്ക് ഒരാളെടുത്ത് ഇതിപ്പോ പറച്ചിലൊരു ഫുള്ള് ഞങ്ങളുടെ ആണ് കുറ്റങ്ങള്, ഞങ്ങൾക്ക് അസൂയാണ്, ഞങ്ങൾക്ക് ഒരു തേങ്ങയില്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ ഉള്ളൂ. അത് മനസ്സിലാക്കുമ്പോ വന്നാൽ മതി. ഫാമിലിയും കാര്യങ്ങളല്ലാതെ എല്ലാവരും കൂടെ നിൽക്കണ ഫാമിലി കുറ്റം പറഞ്ഞിട്ടോ അത് ചീത്ത പറഞ്ഞിട്ടോ അവരെ തിരിഞ്ഞിരിക്കുമ്പോ കുറ്റം പറയാ, അല്ലെങ്കിൽ കൂടെ വെക്കുമ്പോ ചിരിച്ചു കാണിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല. ഇല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ കേസിലൊന്നും വെറുതെ കമന്റ് ഇടുന്നോളും കമന്റോളികൾക്കും ഒരു കാര്യമില്ലാന്ന് തന്നെ പറയുന്നത്. യൂട്യൂബ് വീഡിയോസും ഷോർട്സും റീച്ച് ആവാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ? ടിപ്പൊന്നുമില്ല സത്യം പറഞ്ഞാൽ. വീഡിയോസ് ഞങ്ങളിപ്പോ വീഡിയോസ് ഒക്കെ കുറഞ്ഞു, ഞങ്ങളുടെ ഇത് കുറഞ്ഞു. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനി കൂടുള്ളൂ. ഒരാളും ഇതാക്കില്ല. പിന്നെ ചിലരൊക്കെ കിട്ടിയ സമയം യൂസ് ചെയ്യണവരും ഉണ്ട്.
ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് അറിയണം, അത് സോൾവ് ചെയ്യാനും നമുക്ക് അറിയണം. അങ്ങനത്തെവരൊക്കെ പിന്നെ ജീവിച്ചു പോകും. അപ്പൊ അതൊന്നും ഇതില്ല. നമ്മളെപ്പോഴും നമ്മളെ ഹാർഡ് വർക്ക് തന്നെയാണ് വീഡിയോസ് ഒക്കെ കയറണത്. നമ്മള് മാക്സിമം അതിന് എഫേർട്ട് എടുക്കുക, മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനും ഉള്ളൊന്നുമില്ല. എന്റെ മൈൻഡും എന്റെ മൈൻഡും എനിക്ക് വല്ല ടെൻഷൻ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നിലേക്ക് മൈൻഡ് പോവില്ല. ഞാൻ അവിടെ അപ്പൊ ഇങ്ങനെ വേറെ എന്തെങ്കിലും പണികളൊക്കെ ആയിരുന്നു അങ്ങനെ പോകും. വീഡിയോ എന്ന് പറഞ്ഞാൽ മൈൻഡാണ് ഞങ്ങൾ ആദ്യം കട്ടാവുക. അതുകൊണ്ടാണ് ഞങ്ങളതിൽ വീഡിയോസ് ഇല്ലാത്തത്. ആരും മൈൻഡ് ഇല്ലാത്തവർക്കാണെങ്കിൽ രക്ഷപ്പെടാം. ലവ് സ്റ്റോറി പാർട്ട് 2 ഇടാമോ? ഇടാ മോളെ. ഇതൊക്കെ ഇപ്പിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പൊങ്കാലിയാവും. ഇതൊക്കെ വേറെ ഭയങ്കര സംഭവം പറയാം. ടൈം ഉണ്ടല്ലോ, നമ്മൾ എവിടെയും പോണൊന്നുമില്ല. കാത്തുമ്മ നിങ്ങളുടെ എല്ലാ വീഡിയോസിലും കാണലുണ്ട്. എല്ലാം നെഗറ്റീവ്സിനും ഒക്കെ വരും. അത് മെയിൻറ്റ് ചെയ്യണ്ട. ഒരുപാട് നെഗറ്റീവ്സ് വരും. അല്ല ഒന്നും മെയിൻറ്റ് ചെയ്യണ്ട. നെഗറ്റീവ് ആയാലും ഇട്ട നല്ല രീതിയിൽ തന്നെ. നെഗറ്റീവ് ഇടുന്നവരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ, നമുക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരുടെ മേലെ അത് അടിച്ചേൽപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരാള് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് അല്ല. ആ ശരി ചെയ്തിട്ടും അത് ചെയ്ത് തെറ്റാന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. തെറ്റ് തന്നെയാണ്. അല്ലാതെ അതിനെ പിടിച്ചിട്ട് എങ്ങനെ നേരെ ഇരുട്ടിനെ പിടിച്ച് എന്താണ് എല്ലാ കാര്യങ്ങളും പൊന്നു പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയാതെ അവൾക്ക് ഒളിച്ചു വെക്കായിരുന്നു. പക്ഷേ അത് പറഞ്ഞതാണ് കുഞ്ഞിനക്ക് ദേഷ്യം വന്നത്. ചോദിച്ചു പറയാതിരുന്നാലും പിന്നെ അത് അനുഭവിക്കുന്ന സമയത്ത് നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കും. ആ ഒരു ഇതിലാണ് പുള്ളിക്കാരി പറഞ്ഞത്. അതിന് ഭയങ്കര ദേഷ്യമൊക്കെ ആയിട്ടാണ് കുഞ്ഞിനക്ക് പൊന്നുവിൻ്റെ അടുത്ത് കുഞ്ഞിനക്ക് ദേഷ്യം. അപ്പോൾ അച്ഛനും അമ്മയാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളത് ചോദിക്കില്ല. ആ ഒരു ഇതിലാണ് അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫാമിലിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ പറയില്ല. അത് മനസ്സിൽ വെച്ചിട്ട് അവരത് അനുഭവിക്കുന്ന സമയത്ത് ഞാനത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മൾ അവരെക്കുറിച്ച് കുറ്റങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തെറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പറയാം. പിന്നെ അവരുടെ ഇഷ്ടം, അവർ കല്യാണം കഴിക്കുന്നു കഴിക്കാത്ത അവരുടെ ഇഷ്ടം, ഇതൊന്നൊക്കെ കേട്ടിട്ടും അവൾ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അപ്പോൾ അത് അവന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തം. അതിനും പിന്നെ ഇനിയിപ്പോൾ ഇവരോട് അത് ചോദിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ പറഞ്ഞ് ഇവരുടെ ബാധ്യത തീർന്നു. അപ്പോൾ പറഞ്ഞാൽ ചോദിക്കും എന്തിനാണ് അത് പറഞ്ഞത്, പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചാൽ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന്. അപ്പോൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ കുറ്റം എന്താണ് ഈ ഒരു ഇതിൽ എന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇവർ ഒത്തൊരുമിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കും. അല്ലാതെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് ഒന്ന് വന്ന് കണ്ട് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തായാലും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി പ്രശ്നങ്ങളും പരിഭവങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് സങ്കടം തോന്നി. അച്ഛൻ്റെ അമ്മൻ്റെയൊക്കെ വിഷമങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. എന്തായാലും ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.